പ്രിയമുള്ളവരെ, നമ്മുടെ ഉത്തര കേരളത്തിൽ മലബാർ മേഖലയിൽ മലപ്പുറം പോലെ കാസർഗോഡ് വരെ ഗോവിന്ദൻ മാഷ് നടത്തിയ പരിപാടികൾ ആൾ കമ്മിയായതുകൊണ്ട് പിന്നെ ഹിന്ദിക്കാരെ വിളിച്ചാണ് പരിപാടി നടത്തുന്നത്. ഹിന്ദിക്കാർ മാർവാടികളെ വിളിച്ചിട്ടാണ് പരിപാടി നടത്തുന്നത്. അവിടെ പശ്ചിമ ബംഗാളിൽ എല്ലാം നാമാവശേഷമായി CPM 3-ാം സ്ഥാനത്തിൻ്റെ പുറത്ത് 4-ാം സ്ഥാനത്തേക്ക് തള്ളിവിട്ട CPM ഇവിടെ വന്ന് ഒറീസ, പിന്നെ രാജസ്ഥാൻ, ഇവിടെ കേരളത്തിൽ വന്ന ഒരു 50 ലക്ഷത്തോളം തൊഴിലാളികളുടെ ഒരു ഭൂരിഭാഗം ആളുകളെ കാശ് കൊടുത്ത് സിന്ദാബ വിളിപ്പിച്ച്, ഹിന്ദി പറയുന്നവരെ സിന്ദാബ വിളിപ്പിച്ച് ആളെ കൂട്ടി ഇവരെ സ്നേഹം കൊണ്ടാണ് ഇവർ വന്നതെന്നാണ് പറയണത്. അല്ല, ഇവിടെ പാലക്കാട് ജില്ലയിൽ എന്താണ് സ്ഥിതി അറിയില്ല. CPMൻ്റെ ഇവിടെ പാലക്കാട് ജില്ലയിൽ കുറേ അടിമകളുള്ളതുകൊണ്ട് അവരുടെ കാര്യങ്ങളൊക്കെ നടക്കും. ഈ അയൽക്കൂട്ടംകാരെ ഭീഷണിപ്പെടുത്തി അവർക്ക് അയൽക്കൂട്ടം കോൺഗ്രസ് ഭരിക്കുന്ന മിക്കവാറും പഞ്ചായത്തുകളിൽ പിന്നെ ഇത് പുതുക്കി കൊടുക്കാതെ, പിന്നെ ഈ കോൺഗ്രസിൻ്റെയും മറ്റുള്ള പാർട്ടികളുടെയും ഇത് പുതുക്കി കൊടുക്കാതെ അവിടെ ഭൂരിഭാഗം പഞ്ചായത്തുകളും ഇപ്പോൾ CPM ആണ് അയൽക്കൂട്ടം ഭരിക്കുന്നത്. കാരണം അവർ നേരത്തെ തന്നെ ഇത് ഭരണഘടനയിൽ എഴുതി വെച്ചു, സംഗതി ഇത് കയ്യിൽ നിന്ന് പോകും. അതുകൊണ്ട് എല്ലാവരെയും കോൺഗ്രസിൻ്റെയും മറ്റുള്ള പാർട്ടികളുടെയും BJPയുടെയോ ഉൾപ്പെടുത്താതെ CPM മാത്രം ഭരിക്കുന്ന ഒരു പ്രവണതയാണുള്ളത്. ജനാധിപത്യ രീതിയിൽ അയൽക്കൂട്ടം തിരഞ്ഞെടുപ്പ് നടത്താതെ അത് അവരെ ഭീഷണിപ്പെടുത്തി തൊഴിലുറപ്പിൽ നിന്ന് ആളെ കയറ്റി കൊണ്ടുവന്നാണ് പാർട്ടി പരിപാടി വിജയിപ്പിക്കുന്നത്. അപ്പോൾ തെക്കൻ ജില്ലകളിലും ഇതാണ് അവസ്ഥ. എങ്കിലും മലബാർ മേഖലയിൽ ഇവർ പെട്ടി തുറന്നപ്പോൾ പിണറായി പൊട്ടി എന്ന് പറഞ്ഞ അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഈ കേരളത്തിൽ ഇന്ന് ഒരു 20 സീറ്റുകൾ ഇവർക്ക് കിട്ടിയാൽ ലാഭം എന്നാണ് പറയാനുള്ളത്. 120 സീറ്റോളം കോൺഗ്രസിൻ്റെ അംഗങ്ങൾ ജയിക്കും. കാരണം BJPക്ക് വോട്ട് ചെയ്തൊരു കാര്യമില്ല. ബജറ്റിൽ ഒരു തുക പോലും നീക്കി വെച്ചിട്ടില്ല. പിന്നെ ഇത് മറ്റേ ആശുപത്രി നന്നാക്കുന്നതിനോ മറ്റുള്ളതിനോ പിന്നെ റോഡിനോ വികസനത്തിനോ റെയിൽവേക്കോ ഒന്നും ഫണ്ട് വയ്ക്കാതെ കേരള സർക്കാർ ഫണ്ട് വെച്ചു എന്ന് പറയുകയും കേന്ദ്ര സർക്കാർ വയ്ക്കാതിരിക്കുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പ് നയമാണ് ഉള്ളത്. ഇത് രണ്ടുപേരും ഒരേ തൂവൽ പക്ഷിയാണ്, നരേന്ദ്രമോദിയും പിന്നെ ഇവരും മറ്റേ പിണറായി വിജയനും. കാരണം കേരളത്തിൽ ഇവർ വന്ന് എതിർക്കും, ഡൽഹി പോയാൽ അവരൊന്നാകും. അതാണ് സ്ഥിതി. വിദ്യാഭ്യാസ നയത്തിനായാലും ശരി, എന്തിനായാലും ശരി. പിന്നെ നമ്മുടെ നരേന്ദ്രമോദി എന്ന് പറയുന്ന ആൾ പിന്നെ രാഹുൽ ഗാന്ധിൻ്റെ മുന്നിൽ ഇപ്പോൾ 48% മനോരമൻ്റെ സർവേയിൽ 48% ആളുകൾ ഇന്ത്യ രാജ്യത്ത് രാഹുൽ ഗാന്ധിക്കൊപ്പമാണ് നിൽക്കുന്നത്. ഇവരുടെ കൂടെ എന്ന് പറഞ്ഞാൽ എല്ലാ പാർട്ടിയും കൂടിയാണ് 51.5%. രാഹുൽ ഗാന്ധിക്ക് ഇവിടെ 48% പിന്തുണയായി. മറ്റേ നരേന്ദ്രമോദിക്ക് പിന്തുണ കമ്മിയായി. അമേരിക്കയ്ക്ക് വേണ്ടി കൊള്ളോത്ത് നടത്തുന്ന നരേന്ദ്രമോദി ഇതുവരെ റഷ്യയായിരുന്നു ഇന്ത്യയുടെ സപ്പോർട്ട്. ഇപ്പോൾ അമേരിക്കയെ കുറ്റം പറയുന്ന പിണറായി വിജയൻ അമേരിക്കയിൽ പോയാണ് ചികിത്സിക്കുന്നത്. അതെന്തിനാണ് പോകണമെന്ന് അറിയില്ല, ചികിത്സയ്ക്ക് പോകണമെന്നാണ് പറയണത്. അപ്പോൾ ഇതെല്ലാം ഒരു തെറ്റായ കീഴ്വഴക്കമാണ്. ഇത് അവസാനിപ്പിച്ച് ഇവരെ ഭരണം മാറ്റിയെടുത്താൽ മാത്രമേ UDFനെ തകർപ്പൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ചാൽ മാത്രമേ നാടിൻ്റെ വികസനം നടപ്പിലാക്കുകയുള്ളൂ. ഇപ്പോൾ നേരത്തെ 1.5 ലക്ഷം കോടിയായിരുന്ന കടം ഇപ്പോൾ 5 ലക്ഷം കോടിയായിട്ട് മാറിയിരിക്കുകയാണ്. 3.5 ലക്ഷം കോടി കേരളത്തിൽ മാത്രം 5 ലക്ഷം കോടി കടമായിരിക്കുകയാണ്. നേരത്തെ 4 ലക്ഷം കോടിയായിരുന്നു. അപ്പോൾ ജനസംഖ്യ വർധനവില്ല. കാരണം ഇവിടെ തൊഴിലില്ലാതെ പാവപ്പെട്ട അഭ്യാസ വിദ്യരായ തൊഴിലാളികൾ എല്ലാം ഇവിടുന്ന് പിന്നെ ഗൾഫിലേക്കും മറ്റുള്ള രാജ്യങ്ങളിലേക്കും പോകേണ്ട ഗതികേടാണ് വരുന്നത്. ഇവിടെ തനത് ഫണ്ടില്ല. കേരളത്തിൽ തനത് ഫണ്ട് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. ഇവിടെ ഫാക്ടറികൾ കൊണ്ടുവന്ന് ഇവിടുത്തെ എൻജിനീയർമാരെ മറ്റുള്ള ഡൽഹി, ബോംബെ, മദ്രാസ് എന്നിവ കോയമ്പത്തൂർ എന്നീ മേഖല ഇൻഡസ്ട്രീസ് വന്നാൽ മാത്രമേ ഇവിടെ വികസന പ്രവർത്തനം നടത്തുകയുള്ളൂ. ആ വികസന പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടി ഇനി നമ്മൾ നെന്മാറ നിയമമണ്ഡലത്തിൽ നിൽക്കുന്നുണ്ട്. ആ നെന്മാറ നിയമമണ്ഡലത്തിൽ നിൽക്കുമ്പോൾ 5000 ആളുകൾക്ക് നെന്മാറ നിയമമണ്ഡലത്തിൽ ഓരോ പഞ്ചായത്തിൽ തൊഴിൽ കൊടുക്കുമെന്ന് ഒരിക്കൽ കൂടി പ്രഖ്യാപിച്ചുകൊണ്ട് നെന്മാറ മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർ R. ശങ്കരനാരായണൻ അറിയിച്ചു. പിന്നെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ് എല്ലാമുണ്ട്. ഇതെല്ലാം കണ്ട് ലൈക്ക് അടിച്ച് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വിനയപുരസ്സരം അഭ്യർത്ഥിക്കുന്നു.